ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 5ാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന ശാസ്ത്രം വിഷയത്തിൽ വരുന്ന മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓണം എക്സാമിൻ്റെ. സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻസ് നോക്കാം. 6 പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് വരുന്നത്. 6 പ്രവർത്തനങ്ങൾക്കും നിങ്ങൾ ഉത്തരം എഴുതണം. ഓർ ക്വസ്റ്റ്യൻസ് വന്നാൽ ഏതെങ്കിലും ഒന്നിന് മാത്രം ആൻസർ ചെയ്താൽ മതി. നമുക്കിവിടെ ആദ്യത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ആഹാര ശൃംഖലകൾ പരിശോധിച്ച് ശരിയായ ശൃംഖല കണ്ടെത്തി എഴുതുക. നമ്മൾ ആദ്യത്തെ പാഠഭാഗത്തിൽ ആഹാര ശൃംഖലയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. സോ ഇവിടെ ഓരോ ഓപ്ഷൻസും വായിച്ചു നോക്കാം. ഏതാണ് ശരിയായത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തേത് നോക്കിക്കേ. ഓപ്ഷൻ എ പുല്ല്, കടുവ, പശു എന്നാണ്. പുല്ലിനെ കടുവ കഴിക്കുന്നു എന്ന് പറയുന്നു. കടുവയെ പശു കഴിക്കുന്നു. ആണോ? ശരിയാണോ? കടുവയെ പശു കഴിക്കുമോ? ഇല്ല. സോ ആദ്യത്തെ ഓപ്ഷൻ എന്താണെന്ന് മനസ്സിലായി? തെറ്റാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. പുല്ലിനെ പുൽച്ചാടി കഴിക്കുന്നു. പുൽച്ചാടിയെ തവള കഴിക്കുന്നു. തവളയെ പാമ്പ് കഴിക്കുന്നു. ശരിയായിട്ടുള്ളൊരു ശൃംഖലയാണല്ലേ ഇത്. ഓപ്ഷൻ ബി ശരിയാണ്. സി നോക്കിക്കേ. പുല്ല്, പുൽച്ചാടി, പുൽച്ചാടിയെ മുയല്, മുയലിനെ കുറുക്കൻ. തെറ്റാണ് അല്ലേ? പുൽച്ചാടിയെ മുയൽ കഴിക്കാറില്ല. സോ ഓപ്ഷൻ സി തെറ്റാണ്. അടുത്തത് ഡി പുല്ല്, പുലി, തവള. അവിടെ തന്നെ തെറ്റ് മനസ്സിലായില്ലേ? പുലിയെ തവള കഴിക്കുമോ? ഇല്ല. സോ ഓപ്ഷൻ ഡിയും തെറ്റാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി മാത്രമാണ്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇതാണ് ശരിയായിട്ടുള്ള ശൃംഖല. ഇനി ബി ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന ആഹാര ശൃംഖലയിൽ ചേരയുടെ എണ്ണം കുറഞ്ഞാൽ ആവാസത്തിനുണ്ടാകുന്ന മാറ്റം വിശദീകരിക്കുക. നിങ്ങൾക്ക് താഴെ ഒരു ആഹാര ശൃംഖല നൽകിയിട്ടുണ്ട്. നെല്ല് എലി കഴിക്കുന്നു, എലിയെ ചേര കഴിക്കുന്നു, ചേരയെ പരുന്ത് കഴിക്കുന്നു എന്നാണ്. ഇവിടെയുള്ള ചോദ്യം ചേരയുടെ എണ്ണത്തിൽ കുറവ് വന്നാൽ ആവാസത്തിനുണ്ടാകുന്ന മാറ്റമാണ്. ഇവിടെ ചേരയുടെ എണ്ണം കുറഞ്ഞാൽ എലിയുടെ എണ്ണം വർദ്ധിക്കും അല്ലേ? ചേരയാണ് എലി ഭക്ഷിക്കുന്നത്. ചേര ഇല്ലാതാകുന്നതിലൂടെ എലിയുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാവും. എലി വർദ്ധിച്ചാൽ എലിയാണ് നെല്ല് കഴിക്കുന്നത്. സോ നെല്ല് ഒരുപാട് കഴിക്കുമില്ലേ? ഒരുപാട് നെല്ല് എലി കഴിച്ചിട്ട് നശിച്ചു പോവും. സോ ചേരയുടെ എണ്ണം കുറഞ്ഞാൽ എലി വർദ്ധിക്കും, എലി വർദ്ധിച്ചാൽ നെല്ല് നശിക്കും. ഓക്കെ, ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. സോ നമുക്ക് എഴുതാം. ചേരയുടെ എണ്ണത്തിൽ കുറവ് വരുന്നതോടെ എലികൾ ക്രമാതീതമായി വർദ്ധിക്കുന്നു. എലികൾ വർദ്ധിക്കുമ്പോൾ ഭക്ഷ്യവിളകൾക്ക് ദൗർലഭ്യം അനുഭവപ്പെടും. അടുത്തത് സി ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്ന ജീവികൾ ഉൾപ്പെടുന്ന ആഹാര ശൃംഖലാജാലം നിർമ്മിക്കുക. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ബോക്സിൽ നിങ്ങൾക്ക് കുറച്ച് ജീവികളുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. ഇവ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആഹാര ശൃംഖലാജാലം തയ്യാറാക്കാനാണ്. നമുക്ക് എഴുതാം. ആദ്യം വരുന്നത് പുല്ലാണ്. പുല്ലുവിനെ പുഴു കഴിക്കുന്നുണ്ട്. പുല്ലിനെ പുൽച്ചാടിയും കഴിക്കുന്നുണ്ട്. പുഴുവിനെ കോഴി കഴിക്കുന്നു. കോഴിയെ കുറുക്കൻ കഴിക്കുന്നു. കുറുക്കനെ കഴുകൻ കഴിക്കുന്നു. പിന്നെ പുൽച്ചാടിയെ തവള കഴിക്കുന്നു. തവളയെ പാമ്പ് കഴിക്കുന്നു. പാമ്പിനെ കഴുകൻ കഴിക്കുന്നു. ഇങ്ങനെയാണ് നമുക്ക് ആഹാര ശൃംഖലാജാലം വരുന്നത്. ചോദ്യം 2. വയൽ, കുളം, മരുഭൂമി, പുൽമേടുകൾ, കാട്, കടൽ, കണ്ടൽക്കാട്, ധ്രുവപ്രദേശം തുടങ്ങിയവയെല്ലാം വിവിധങ്ങളായ ആവാസങ്ങളാണ്. ചുവടെയുള്ള ജീവികളുടെ ആവാസം ഏതെന്ന് കണ്ടെത്തി എഴുതുക. ആവാസം എന്ന് പറഞ്ഞാൽ ജീവികൾ എവിടെയാണോ താമസിക്കുന്നത് ആ ഒരു സ്ഥലത്തിനാണ്. ഓക്കെ, ഇപ്പം മീനുകളുടെ ആവാസം എവിടെയാണ്? പുഴകളും അരുവികളും ഒക്കെയാണ്. ഓക്കെ, സോ നിങ്ങൾക്കിവിടെ താഴെ ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്, ഒരു പട്ടിക നൽകിയിട്ടുണ്ട്. അവിടെ ജീവികളുടെ പേര് നൽകിയിട്ടുണ്ട്. അവയുടെ അനുയോജ്യമായ ആവാസങ്ങളാണ് നിങ്ങൾ അവർക്ക് നേരെ എഴുതി കൊടുക്കേണ്ടത്. ആദ്യത്തേത് ഒട്ടകമാണ്. ഒട്ടകം എവിടെയാണ്? മരുഭൂമിയാണ്. കടുവ കാടാണ്. ധ്രുവക്കരടി ധ്രുവപ്രദേശമാണ്. ഡോൾഫിൻ കടലാണ്. നിങ്ങളിങ്ങനെ എഴുതി പട്ടിക പൂർത്തിയാക്കുക. ഇനി അടുത്തത് താഴെ നോക്കൂ. ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലും ഇതേ സെയിം ചിത്രം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പേജ് നമ്പർ 15 കാണാം നിങ്ങൾക്ക്. ഇത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ കാണപ്പെടുന്ന ഒരു മത്സ്യമാണ്. ആഫ്രിക്കൻ മുഷി എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, ആഫ്രിക്കൻ മുഷി എന്നാണ്.
ഇവ വളരെ പെട്ടെന്ന് വളർന്നു പെരുകുന്നു. കേരളത്തിലെ ചില ജലാശയങ്ങളിൽ അധിനിവേശ മത്സ്യമായി ഇവ കാണപ്പെടുന്നു. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവയെ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ കാണപ്പെടുന്നില്ല. ഇവിടെയുള്ള ചോദ്യം നോക്കൂ. നൽകിയിരിക്കുന്ന ചിത്രം ഏത് അധിനിവേശ ജീവിയുടേതാണ്? ഉത്തരം ആഫ്രിക്കൻ മുഷി. നിങ്ങളുടെ സമീപത്തുള്ള ജലാശയത്തിൽ ഈ ജീവി എത്തിച്ചേർന്നാൽ ജലാശയത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഏതെല്ലാം? ഇവ നമ്മുടെ പുഴയിലുള്ള എന്തിനാണ്? നാടൻ മീനുകളെയാണല്ലേ ഭക്ഷിക്കുന്നത്. ഇവ പെട്ടെന്ന് തന്നെ പെരുകി വളരുകയും ഇവ നമ്മുടെ കുളങ്ങളിലുള്ള എല്ലാ നാടൻ മീനുകളെയും ഭക്ഷിക്കുകയും ചെയ്യും. ഇവയെ ഭക്ഷിക്കുന്ന ജീവി നമ്മുടെ ഇവിടെ ലഭ്യമല്ല. അതുകൊണ്ട് ഈ ആഫ്രിക്കൻ മുഷിയെ കഴിക്കുന്ന ജീവികൾ നമ്മുടെ കുളത്തിലില്ല. അതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ വളർന്നു പെരുകുകയും ഇത് നമ്മുടെ തോട്ടിലുള്ള സാധാ നാടൻ മീനുകളെ ഭക്ഷിച്ച് തീർക്കുകയും ചെയ്യും. സോ നമുക്ക് എഴുതാം, ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇവ ആഹാരമാക്കുന്ന ജീവികൾ നമ്മുടെ ജലാശയങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവ നാടൻ മത്സ്യങ്ങളെ ഭക്ഷിച്ച് അവയുടെ എണ്ണത്തിൽ വൻതോതിൽ കുറവുണ്ടാക്കുന്നു. അങ്ങനെ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുകയും ചെയ്യും. ഇവിടെ ഒരു സി ചോദ്യമുണ്ട്. സസ്യങ്ങളിൽ കാണപ്പെടുന്ന നിറങ്ങളും അവയ്ക്ക് കാരണമായ വർണ്ണകങ്ങളും അടങ്ങിയ പട്ടിക നൽകിയിരിക്കുന്നു. പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി ഏതെന്ന് കണ്ടെത്തി എഴുതുക. ഇവിടെ ശരിയായിട്ടല്ല ഇവിടെ നൽകിയിട്ടുള്ളത്, പട്ടിക തെറ്റാണ്. സോ നിങ്ങൾ ശരിയായ ഓർഡറിലേക്ക് മാറ്റി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പേജ് നമ്പർ 20 കാണാം, ചുവപ്പ് ആന്തോസിയാസിനാണ്, ഓറഞ്ച് കരോട്ടിനാണ്, മഞ്ഞ സാന്തോഫിലാണ്, പച്ച ക്ലോറോഫിലാണ്. ഇത് തൊട്ട് മുകളിലുള്ള സ്ഥലത്ത് പറയുന്നുണ്ട് പച്ച ക്ലോറോഫിലാണെന്ന്. തൊട്ട് മുമ്പേ ഉള്ള പേജിൽ നോക്കിയാൽ കാണാം. സോ ഇതാണ് ശരിയായ രീതി. പച്ച ഹരിതകമാണ്, ക്ലോറോഫിൽ ഇംഗ്ലീഷാണ്, അതിൻ്റെ മലയാളം ഹരിതകം എന്നാണ്. ചുവപ്പ് ആന്തോസിയാസിനാണ്, ഓറഞ്ച് കരോട്ടിൻ, മഞ്ഞ സാന്തോഫിൽ. ഇങ്ങനെയാണ് യോജിപ്പിക്കേണ്ടത്. അതായത് 1C 2D 3B 4A എന്ന ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. ചോദ്യം 3. പകലും രാത്രിയും സസ്യങ്ങളിൽ നടക്കുന്ന വാതക വിനിമയമാണ് 1, 2 എന്നീ ചിത്രങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ചിത്രം 2 നിരീക്ഷിച്ച് AB എന്നീ വാതകങ്ങൾ ഏതെല്ലാം എന്ന് എഴുതുക. ഇത് ഉത്തരം പറയുന്നതിന് മുൻപേ ആയിട്ട് നമുക്ക് ഇതൊന്നും പഠിക്കാം. പകൽ സമയത്ത് നടക്കുന്നത് സൂര്യപ്രകാശം ലഭിക്കുന്നതിനാൽ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടത്തുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തുവിടുന്നു. സോ പകൽ സമയത്താണ് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തുവിടുന്നത്. പകൽ സമയത്ത് ശ്വസനവും നടക്കുന്നുണ്ട്. ശ്വസനം നടക്കുമ്പോൾ ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുകയാണ് ചെയ്യുന്നത്. രാത്രി സമയത്ത് സൂര്യപ്രകാശമുണ്ടോ? സൂര്യപ്രകാശമില്ല. അതുകൊണ്ട് തന്നെ പ്രകാശ സംശ്ലേഷണം നടക്കുന്നില്ല. എന്നാൽ സസ്യങ്ങളിൽ ശ്വസനം നടക്കുന്നുണ്ട്. ശ്വസനം നടക്കുമ്പോൾ ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുകയാണ് ചെയ്യുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 22 പറയുന്നുണ്ട്. ഇനി ഇവിടെയുള്ള ചോദ്യം, പകലിൽ ഇവിടെ പറയുന്നുണ്ട് ശ്വസനം നടക്കുന്നുണ്ട്, പ്രകാശ സംശ്ലേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ശ്വസനം നടക്കുമ്പോൾ ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുന്നു. രാത്രി സമയത്ത് ഇവിടെ ശ്വസനം മാത്രമാണ് നടക്കുന്നത്. അതായത് ഓക്സിജൻ സ്വീകരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളപ്പെടുന്നു. സോ ഇവിടെ എ എന്നുള്ള സ്ഥലത്ത് ഓക്സിജൻ ആണ് എഴുതേണ്ടത്. ഓക്സിജൻ ആണ് സ്വീകരിക്കുന്നത്, പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ബി എന്ന സ്ഥലത്ത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് എഴുതുക. ഇനി ബി ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയും സൂചനയും ഉപയോഗിച്ച് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. നമുക്കിവിടെ നൽകിയിട്ടുള്ളത് വായിക്കാം. ഞാൻ സ്വയം ആഹാരം നിർമ്മിക്കുന്നു, പക്ഷേ ജലവും ലവണവും ആതിഥേയ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു. ആതിഥേയ സസ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു സസ്യം എവിടെയാണോ വളരുന്നത്, ആരിൽ നിന്നാണോ ജലവും ലവണവും ഒക്കെ വലിച്ചെടുക്കുന്ന ആ ഒരു സസ്യമാണ് ആതിഥേയ സസ്യം എന്ന് പറയുന്നത്, ഹോസ്റ്റ് പ്ലാന്റ്. സോ ഇവിടെ പറയാണ് ഇവർ സ്വയം ആഹാരം നിർമ്മിക്കുന്നുണ്ട്, പക്ഷേ ജലവും ലവണവും ആതിഥേയ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നു എന്നാണ്.
ടെക്സ്റ്റ് ബുക്കിൽ 24-ാമത്തെ പേജിൽ പറയുന്നുണ്ട് ഇത്തിൽ കണ്ണി ആതിഥേയ സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇത്തിൽ കണ്ണി സ്വയം ആഹാരം നിർമ്മിക്കുന്നു. അതിനാൽ ഇത്തിൽ കണ്ണി പോലുള്ള സസ്യങ്ങളെ അർദ്ധപരാതങ്ങൾ സെമി പാരാസൈറ്റ്സ് എന്ന് പറയുന്നു. അതിവിടെ ചോദിച്ചിട്ടില്ല. സോ ഈ ഒരു ചെടിയുടെ പേരാണ് ചോദിച്ചത്, ഇത്തിൽ കണ്ണിയാണ്. നിങ്ങൾ അവിടെ എ എന്ന സ്ഥലത്ത് ഇത്തിൽ കണ്ണി എന്നാണ് എഴുതേണ്ടത്. അടുത്തത് മരവായ എന്ന് നൽകിയിട്ടുണ്ട്. മരവായയുടെ പ്രത്യേകതയാണ് നിങ്ങൾ ബി എന്ന സ്ഥലത്ത് എഴുതി കൊടുക്കേണ്ടത്. ഇതും ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 22 പറയുന്നുണ്ട്. വാസസ്ഥലത്തിന് മാത്രമായിട്ടാണ് മരവായ ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ജലവും ലവണവും ഒന്നും ആതിഥേയ സസ്യത്തിൽ നിന്ന് വലിച്ചെടുക്കുന്നില്ല. അതിനു വേണ്ട ആഹാരം സ്വയം നിർമ്മിക്കുന്നുണ്ട്. ഇത്രയുമാണ് നിങ്ങൾ അവിടെ ബി എന്ന സ്ഥലത്ത് എഴുതേണ്ടത്. ഇവിടെ മരവായൊക്കെ എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണമാണ്. ഓർക്കിഡുകളും മരവായൊക്കെ എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ പോയിന്റ്സ് ആണ് നിങ്ങൾ ബി എന്ന സ്ഥലത്ത് എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന എഴുതുക. എല്ലാ ജീവികളും ശ്വസനത്തിനായി ഓക്സിജൻ, കാർബൺ ഡയോക്സൈഡ് എന്നീ വാതകങ്ങൾ ഉപയോഗിക്കുന്നു. അത് തെറ്റാണ്. എല്ലാ ജീവികൾക്കും ശ്വസനത്തിനായിട്ട് ഓക്സിജന്റെ ആവശ്യമില്ല. 2, ശ്വസന ഫലമായി സസ്യങ്ങളിൽ ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നു. ശരിയാണ്. 3, അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുന്നു. ശരിയാണ്. സസ്യങ്ങളിൽ വാതക വിനിമയം നടക്കുന്ന സൂക്ഷ്മ സുഷിരങ്ങളാണ് സ്റ്റൊമാറ്റ. അതും ശരിയാണ്. സോ ഇവിടെ 2, 3, 4 ശരിയാണ് എന്ന ഓപ്ഷൻ, അതായത് എ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 4 ആണ്. 4-ൽ എ ചോദ്യവും ബി ചോദ്യവും ഉണ്ട്. അതിലേതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ആദ്യത്തെ ചോദ്യം നോക്കൂ. ഡെങ്കിപ്പനി പരക്കുന്നു. നെൽമല പഞ്ചായത്തിൽ ഡെങ്കിപ്പനി വ്യാപകമാകുന്നു. വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികളിലും കവറുകളിലുമുള്ള വെള്ളത്തിൽ മുട്ടയിട്ട് പെരുകുന്ന ജീവിയാണ് ഈ രോഗം പരത്തുന്നത്. ഡെങ്കിപ്പനി നിയന്ത്രിക്കുന്നതിന് ആവശ്യമായ പ്രാഥമിക നടപടികൾ പഞ്ചായത്തും ആരോഗ്യ വകുപ്പും ഏറ്റെടുത്തു നടത്തുന്നു. സോ ഇതൊരു പത്രവാർത്തയാണ് അല്ലേ? ഡെങ്കിപ്പനി പരക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പത്രവാർത്തയാണ്. പത്രവാർത്ത ശ്രദ്ധിച്ചില്ലേ? ചോദ്യം ഇതാണ്, ഡെങ്കിപ്പനി പരത്തുന്ന ജീവി ഏതാണ്? കൊതുകാണ്. നിങ്ങൾ അവിടെ കൊതുക് എന്നാണ് എഴുതി കൊടുക്കേണ്ടത് ഉത്തരമായിട്ട്. അടുത്തത് ബി ചോദ്യം, ഈ ജീവി പെരുകുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള മറ്റു 2 മാർഗങ്ങൾ എഴുതുക. ഇത് ഒഴിവാക്കാനുള്ള 2 മാർഗങ്ങളാണ്. നമ്മൾ പരിസരമൊക്കെ ശുദ്ധിയായിട്ട് സൂക്ഷിക്കുക, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമൊക്കെ ഇല്ലാതെ ഒഴിവാക്കുക അല്ലേ? സോ നമുക്ക് ഉത്തരമായിട്ട് എഴുതാം, കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലും മഴവെള്ളത്തിലും കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നു. തുറന്നു വെച്ചിരിക്കുന്ന ടാങ്കുകൾ, ചട്ടികൾ, പാത്രങ്ങൾ എന്നിവയിലെ വെള്ളത്തിലും കൊതുകുകൾ പെരുകുന്നു. ഇനി സി ചോദ്യം, പകരുന്ന രോഗങ്ങൾ മാത്രമല്ലല്ലോ ഉള്ളത്. ചുവടെയുള്ള പട്ടിക പരിശോധിച്ച് പൂർത്തിയാക്കൂ. നിങ്ങൾക്ക് താഴെ ഒരു പട്ടിക നൽകിയിട്ടുണ്ട്. പട്ടികയുടെ ഒരു തലക്കെട്ട് പകരുന്ന രോഗങ്ങൾ എന്നാണ്. ആദ്യത്തെ കോളത്തിന്റെ തലക്കെട്ട് എന്താണ്? പകരാത്ത രോഗങ്ങൾ. പകരുന്ന രോഗങ്ങൾ മാത്രമല്ല അല്ലേ ഉള്ളത്, പകരാത്ത രോഗങ്ങളുമുണ്ട്. സോ എ എന്ന സ്ഥലത്ത് നിങ്ങൾ പകരാത്ത രോഗങ്ങൾ എന്നാണ് കൊടുക്കേണ്ടത്. അവിടെ പകരാത്ത രോഗങ്ങൾക്ക് ഉദാഹരണം നൽകിയിട്ടുണ്ട്. ഹൃദ്രോഗം, ക്യാൻസർ, പ്രമേഹം. ഇനി ഒരു ഉദാഹരണം കൂടി നിങ്ങൾ അവിടെ സി എന്ന സ്ഥലത്ത് എഴുതണം. നമുക്കിവിടെ സി എന്ന സ്ഥലത്തേക്ക്, അതായത് പകരാത്ത രോഗമായിട്ട് രക്തസമ്മർദ്ദം എഴുതാം. പിന്നെ അടുത്തത് പകരുന്ന രോഗങ്ങളായിട്ട് ക്ഷയരോഗം എഴുതാം. പിന്നെ മലേറിയ എഴുതാം, അല്ലെങ്കിൽ ഡെങ്കിപ്പനി എഴുതാം. ഓക്കെ. അടുത്തത് 4-ലെ ബി ചോദ്യമാണ്. ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. നമുക്കിവിടെ 2 ചോദ്യവും പറയാം. സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളും ഉൾപ്പെടുത്തിയ പട്ടികയാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അനുയോജ്യമായ രീതിയിൽ പട്ടിക പൂർത്തിയാക്കി എഴുതുക എന്നാണ്. സോ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധം അവിടെ നൽകിയിട്ടുണ്ട്. രോഗങ്ങൾ ആദ്യം മണ്ണിലൂടെ പകരുന്ന ഒരു രോഗത്തിന്റെ പേരാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത്. വീരശല്യം അല്ലെങ്കിൽ ടെറ്റനസ് എഴുതാം. അടുത്തത് ക്ഷയം എന്ന് നൽകിയിട്ടുണ്ട്. അത് വായുവിലൂടെ പകരുന്ന രോഗമാണ്. സോ വായുവിലൂടെ എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. അടുത്തത് ജലവും ഭക്ഷണവും വഴി വയറിളക്കം, കോളറ, ടൈഫോയിഡ് ഇതൊക്കെ വരാം.
അടുത്തത് കുഷ്ഠം. ഇത് ഏതിലൂടെയാണ് പകരുന്ന വിധം? സമ്പർക്കത്തിലൂടെയാണ്. ഓക്കെ, മനുഷ്യ സമ്പർക്കം എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. സോ ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇത് നിങ്ങൾ അവിടെ വിട്ട ഭാഗത്ത് ഇത് നോക്കി എഴുതി കൊടുക്കുക. ബി ചോദ്യം, വ്യക്തി ശുചിത്വം പാലിക്കുന്നതിലൂടെ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കാം. ഇതുപോലെ രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട മറ്റു 4 കാര്യങ്ങൾ എഴുതുക. നമുക്ക് എഴുതാം. വ്യക്തി ശുചിത്വം പാലിക്കുക, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, ശുദ്ധജലവും ശുദ്ധമായ ഭക്ഷണവും ഉപയോഗിക്കുക, കൃത്യസമയത്ത് വാക്സിനുകൾ സ്വീകരിക്കുക. ഈ 4 പോയിന്റ് എഴുതിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടുന്നതാണ്. ഇത് 2 മാർക്കിന്റെ ചോദ്യമാണ്. അടുത്തത് സി, 1 മാർക്കിന്റെ ചോദ്യമാണ്. നൽകിയിരിക്കുന്ന പ്രസ്താവനയും കാരണവും പരിശോധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് ഏതെന്ന് എഴുതുക. പ്രസ്താവന 1, കൂമ്പുചീയൽ തെങ്ങുകളിലേക്ക് വളരെ വേഗം വ്യാപിക്കുന്നു. കാരണം ജന്തുക്കളെ പോലെ തന്നെ പകർച്ചവ്യാധികൾ സസ്യങ്ങളെയും ബാധിക്കാറുണ്ട്. ഇത് കാരണവും പ്രസ്താവനയും ശരിയാണ്. ഓക്കെ, സോ പ്രസ്താവനയും ശരി, കാരണവും ശരിയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. പ്രസ്താവന ശരിയാണ്, കാരണവും ശരിയാണ്. ചോദ്യം 5, അസുഖമില്ലാതെ ഞാൻ എന്തിനാണ് കുത്തിവെപ്പ് വെക്കുന്നത്? അത് പ്രതിരോധ കുത്തിവെപ്പാണ്. സോ 2 ആൾക്കാരുടെ സംഭാഷണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സംഭാഷണം ശ്രദ്ധിച്ചല്ലോ. അസുഖമില്ലാത്ത അവസ്ഥയിലും പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കണം. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അസുഖമില്ലാത്ത അവസ്ഥയിലും പ്രതിരോധ കുത്തിവെപ്പുകൾ എടുക്കണം. കാരണം ചില രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള സ്വാഭാവിക പ്രതിരോധ ശക്തി നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കണമെന്നില്ല. പ്രതിരോധ കുത്തിവെപ്പുകളിലൂടെയാണ് ആർജിത പ്രതിരോധ ശക്തി നേടാൻ കഴിയുക. അതുവഴി വിവിധ രോഗങ്ങളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാൻ സഹായിക്കും. ഇനി ബി ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്ന സന്ദർഭങ്ങൾ വായിക്കുക. അരിമാവ് പുളിക്കുന്നു, തുണികളിലെ അഴുക്ക് നീക്കം ചെയ്യുന്നു, ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു, പകർച്ചവ്യാധികൾ പരത്തുന്നു. ഇതിൽ സൂക്ഷ്മജീവികൾ ഉപകാരികളാവുന്ന സന്ദർഭങ്ങൾ എഴുത്തെഴുതുക. ശരിയായിട്ടുള്ള ഉത്തരം 1, 3 ശരിയെന്ന സന്ദർഭമാണ്. അതായത് ഓപ്ഷൻ ബി ആണ്. അരിമാവ് പുളിപ്പിക്കുന്നു, ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നു. ഓപ്ഷൻ ബി. അടുത്തത് 6ാമത്തെ ചോദ്യമാണ്. സസ്യങ്ങളിൽ ജലം നിർവഹിക്കുന്ന ധർമ്മങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വിട്ടുപോയത് പൂർത്തിയാക്കുക. സോ ഇവിടെ സസ്യങ്ങളിൽ ജലം നിർവഹിക്കുന്ന ധർമ്മങ്ങളാണ്. ഇവിടെ 1 പ്രകാശ സംശ്ലേഷണം എന്ന് കൊടുത്തിട്ടുണ്ട്. മറ്റു 2 പോയിന്റ്സ് കൂടിയാണ് നമ്മോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഉത്തരം ടെക്സ്റ്റ് ബുക്കിൽ 42ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റു സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നു. ആഗിരണം ചെയ്ത ലവണങ്ങളെ ഇലകളിൽ എത്തിക്കുന്നതിന്, സസ്യശരീരത്തിന്റെ ഘടന നിലനിർത്തുന്നതിന്, പ്രകാശ സംശ്ലേഷണത്തിന്. ഇതാണ് സസ്യങ്ങളിലുള്ള ജലത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത്. പഠിച്ചു വെക്കുക. ബി ചോദ്യം, ജലപരിശോധന റിപ്പോർട്ടിലെ ചില വിവരങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. പരിശോധിച്ച ഘടകം നിറം, സാന്നിധ്യം ഇല്ല, മണം ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്. ഈ വെള്ളം കുടിവെള്ളമായി ഉപയോഗിക്കാവുന്നതാണോ? കാരണം വിശദീകരിക്കുക. ഈ വെള്ളം കുടിവെള്ളമായി ഉപയോഗിക്കാൻ കഴിയില്ല, പറ്റില്ല അല്ലേ? കാരണം എന്താണ്? ഇതിന് മണമുണ്ട്, ബാക്ടീരിയയും ഉണ്ട്. സോ നമുക്ക് എഴുതാം ഈ വെള്ളം കുടിവെള്ളമായി ഉപയോഗിക്കരുത്. കാരണം വെള്ളത്തിൽ മണമുണ്ടെന്നും ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടെന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ബാക്ടീരിയ ഉള്ള വെള്ളം കുടിക്കുന്നത് രോഗങ്ങൾക്ക് കാരണമാകാം. സി ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻസ് വായിക്കാം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജലം അടങ്ങിയിരിക്കുന്നത് ഹൃദയത്തിലാണ്. ഓപ്ഷൻ ബി, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജലം അടങ്ങിയിരിക്കുന്നത് രക്തത്തിലാണ്. ഓപ്ഷൻ സി, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജലം അടങ്ങിയിരിക്കുന്നത് അസ്ഥിയിലാണ്. ഓപ്ഷൻ ഡി, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജലം അടങ്ങിയിരിക്കുന്നത് തലച്ചോറിലാണ്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജലം അടങ്ങിയിരിക്കുന്നത് രക്തത്തിലാണ്. 6ലെ ബി ചോദ്യം, ജലശുദ്ധീകരണത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. ഇത് ക്രമപ്പെടുത്തി എഴുതുക എന്നാണ്. സോ നമുക്ക് ആദ്യം ഇതിൽ ഓർഡർ ആക്കി എഴുതാനാണ്. ആദ്യം വരിക വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു, പിന്നെ മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു,
പിന്നെ പല തട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു. അവസാനം രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ബി ചോദ്യം, ചെങ്ങാടത്തിൽ യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ കഴിവാണല്ലോ. ഈ കഴിവ് പ്രയോജനപ്പെടുത്തുന്ന മറ്റു 2 സന്ദർഭങ്ങൾ എഴുതുക. കപ്പൽ യാത്ര, വെള്ളത്തിലെ യാത്ര, ലൈഫ് ജാക്കറ്റ്. നമുക്കിതൊക്കെ എഴുതാം. അടുത്തത് ചോദ്യം സി ആണ്. ജലവിതരണ സംവിധാനവുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. നമുക്ക് വായിക്കാം. പ്രസ്താവന 1, പുഴകളിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് കുടിക്കാനും മറ്റു ആവശ്യങ്ങൾക്കും വീടുകളിൽ എത്തിക്കുന്നത്. ഇത് ശരിയാണ് അല്ലേ? പുഴകളിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് കുടിക്കാനും മറ്റും ആവശ്യങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി പ്രസ്താവന 2, പുഴകളിലെ വെള്ളം അതേപടി നേരിട്ട് വീട്ടുകളിലേക്ക് പമ്പ് ചെയ്യുകയാണ്. ഇത് തെറ്റാണ് അല്ലേ? അതേപടി പമ്പ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് പുഴയിലെ വെള്ളം. അത് തെറ്റാണ്. സോ ഇവിടെ പ്രസ്താവന 1 ശരി, പ്രസ്താവന 2 തെറ്റ് എന്നാണ്. അത് ഏത് ഓപ്ഷനാണ്? പ്രസ്താവന 1 ശരിയാണ്, പ്രസ്താവന 2 തെറ്റാണ്. ഓപ്ഷൻ എ ആണ് അല്ലേ? 1ാമത്തെ ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ നമ്മൾ ഇവിടെ ഈ ഒരു ചോദ്യ പേപ്പറിലെ മുഴുവൻ ചോദ്യങ്ങളും വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ആയിട്ട് പറയാം. വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. പിന്നെ ക്ലാസ് 1 to ക്ലാസ് 7 വരെ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ വാട്സപ്പ് ത്രൂ മെസ്സേജ് ചെയ്താൽ മതി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.